നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശങ്കരനാരായണൻ ദീപ്തിയോട് പറഞ്ഞു, അതെ ഇനിയിപ്പം നിന്റെ പഠനം ഒന്നും നോക്കുന്നില്ല, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, അവരോട് കാണാൻ വരാൻ പറയാമെന്ന് പറയണം. അത് കേട്ടപ്പോ ദീപ്തി ചോദിച്ചു, കല്യാണോ? അതോ എനിക്കോ? പിന്നല്ലാതെ. എന്താണ് നിനക്ക്? അത് പിന്നെ അച്ഛൻ ഞാന് കുറച്ചുകൂടെ പഠിച്ചിട്ട് മതി, എനിക്ക് MSc ക്ലിനിക്കൽ സൈക്കോളജി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി, പഠനമൊക്കെ അതിനുശേഷം ആവാലോ. അപ്പോഴേക്ക് ശ്രീകാന്തും പത്മം കൂടെ അങ്ങോട്ട് വന്നു. ആ സമയം ശ്രീകാന്ത് ചോദിച്ചു, എന്താണ് നിനക്ക് കല്യാണം എന്ന് പറഞ്ഞ് കേട്ടപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട്? ഇനിയിപ്പം ചേച്ചിയെ പോലെ അനുജത്തി ആരെങ്കിലും മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ടോ? ദീപ്തി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പത്മം വന്നിട്ട് പറഞ്ഞു, അതെങ്ങനെയാ ഇപ്പൊ എപ്പം നോക്കിയാലും 24 മണിക്കൂർ അവള് കഥ കടിച്ച് മുറിക്കാതിരിക്കുന്നതാണ്. ഒന്ന് കഴിക്കാൻ വിളിച്ചാൽ പോലും അവൾ ഇറങ്ങി വരാറില്ല. അതൊക്കെ കേട്ട് ഇങ്ങനെ ശങ്കരനാരായണൻ ഒരു നിമിഷം നിന്നു. പിന്നീട് ശങ്കരനാരായണൻ പറഞ്ഞു, അല്ല നിനക്ക് ഇഷ്ടമെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പൊ കല്യാണം നടത്തണ്ട, സാരമില്ല, എന്നാലും അവര് വന്നൊന്ന് കണ്ടിട്ട് പോട്ടെ, കണ്ടതിന് ശേഷം പിന്നെ എന്തേലും പറയാലോ. ദീപ്തി പറഞ്ഞു, അങ്ങനെയാണെ പ്രശ്നമില്ല, ഒരു ചായ കൊടുത്ത് ഒഴിവാക്കി വിടാവുന്നുള്ളൂ, ഞാൻ നിന്നോളാന്ന് പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ ഇതൊന്നും ശരിയാകത്തില്ല, ഇവളെ നേരത്തെ പിടിച്ച് കെട്ടിച്ചു വിടാൻ നോക്കിയോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ദീപ്തി പറഞ്ഞു, ചേട്ടൻ എന്താ എന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം, എന്നെ എത്ര പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചു വിടണമെന്ന്? എന്താണ് ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അങ്ങനെ ദീപ്തിയോട് ശങ്കരനാരായണൻ പറഞ്ഞു, ശരി നിങ്ങളോട് കയറി പോയിക്കോളാൻ പറഞ്ഞു. ദീപ്തി അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും ശങ്കരനാരായണൻ വിളിച്ചു, അതെ വേദ നിന്നെ ഇന്നലെ കാണാമെന്ന് എന്തിനാന്ന് ചോദിച്ചു. ശ്രീകാന്ത് ചോദിച്ചു, വേദ കാണാമെന്നോ? ഇവിടെയോ? പത്മ പറഞ്ഞു, അവളെന്തോ സ്വപ്നം കണ്ടിട്ട് വന്നാ പറഞ്ഞേ, നിന്നോട് ഞാൻ ചോദിച്ചില്ല പത്മ എന്ന് ശങ്കരനാരായണൻ പറഞ്ഞു. അല്ല എന്തിനാ മോളെ നിന്നെ വേദ കാണാൻ വന്നേ? അത് പിന്നെ ചുമ്മാതെ അച്ഛാ, ഒരു പതർച്ച ഉണ്ടായിരുന്നു അവളുടെ ശബ്ദത്തില്. ശങ്കരനാരായണൻ അത് ശ്രദ്ധിച്ചു. വെറുതെ ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളാ, എനിക്കറിയാം, നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ കൂടപ്പുറപ്പിനോട് പറയാൻ പറ്റിയെന്നിരിക്കും, കാരണം അച്ഛനോടും അമ്മയോടും പറയാത്ത കാര്യങ്ങൾ, അങ്ങനെ എന്തേലും ആണോ? ദീപ്തി പറഞ്ഞു, അത് പിന്നെ അച്ഛാ എന്തേലും ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് കളഞ്ഞോണം, പറഞ്ഞത് കേട്ടല്ലോ, മോളയിലേ നുള്ളിക്കളയുന്ന നിനക്ക് നല്ലത്. അങ്ങനെ ശങ്കരനാരായണൻ പറഞ്ഞു കേട്ടപ്പോൾ ദീപ്തി ഒരു നിമിഷം ആലോചിച്ചു, ഒന്നും മിണ്ടാതെ എങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി. പിന്നീട് മുറിയിലെത്തി ദീപ്തി ഇങ്ങനെ ആലോചിക്കുകയാണ്, താൻ ആദ്യമായി വരുണിനെ കണ്ടതിനെ കുറിച്ചൊക്കെ, ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ദീപ്തിയെയും കൂട്ടിക്കൊണ്ട് നേരെ വരുണിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ വരുൺ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, വരുണിൻ്റെ മുറിവൊക്കെ ഏകദേശം കരിഞ്ഞ് ഭേദമായിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുണിനെ വിളിച്ച് ഡോക്ടർ ചോദിച്ചു, ഇപ്പോഴെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. കുഴപ്പമില്ലാന്ന് മാത്രം വരുൺ പറഞ്ഞു, വീണ്ടും ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ദീപ്തിയോട് പറഞ്ഞു, ഇതാണ് വരുൺ എന്ന് പറയണം. അങ്ങനെ വരുണിനെ പരിചയപ്പെടുത്തി. ഹായ് വരുൺ എന്നൊക്കെ പറഞ്ഞ് ദീപ്തി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനൊന്നും വരുൺ കൂട്ടാക്കിയില്ല. അതെ നമ്മൾ വിഷ് ചെയ്യുമ്പം തിരിച്ച് അതേപോലെ തന്നെ വിഷ് ചെയ്യണം, അങ്ങനെയൊക്കെ ദീപ്തി പറഞ്ഞെങ്കിലും അതൊന്നും അയാൾ മൈൻഡ് ചെയ്തതായിട്ട് പോലും ദീപ്തിക്ക് തോന്നിയില്ല. പിന്നീട് ദീപ്തി ഇത്തിരി സമയം കൂടെ വരുണിനെ നോക്കി. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയാൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഏകദേശം ബെറ്ററാണ്, അയാളുടെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഭേദമായി. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഒരു ഗുണ്ടയായിട്ടുള്ള അടിപിടി കേസിലാണ് ഇവിടെ വന്നത്. ഗുണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടയുടെ പേരെന്തോ വിക്രമാദിത്യനോ അങ്ങനെ എന്തോ മറ്റോ, അയാളുമായിട്ടുള്ള അടിപിടി കേസിൽ കൊണ്ടുവന്ന ഒരു നിമിഷം വേദയൊന്നും ഞെട്ടി. അത് മാത്രമല്ല ഇവിടെ കൊണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ അവസ്ഥയിൽ നിന്ന് അയാൾ ഇവിടം വരെ എത്തിപ്പെട്ടത്. പിന്നെ ഈ പറയുന്ന ഗുണ്ടയ്ക്ക് എതിരെ സാക്ഷി പറയാനായിട്ട് ആരും തയ്യാറായില്ല. പിന്നെ അയാളുടെ ഭാര്യയോ മറ്റോ എന്തോ സാക്ഷി പറഞ്ഞ, പക്ഷേ അതൊന്നും ഫലവത്തായില്ല. ഈ കിടക്കുന്നയാളുടെ അച്ഛനും അത്ര മോശമൊന്നുമല്ല. പിന്നെ വിക്രത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, എന്നാലും സാധാരണ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പേഷ്യൻറ്റിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ മനസ്സിൽ ആഗ്രഹം കാണുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ കേസിൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ലെന്നായിരുന്നു. കാരണം ഇയാൾ ചെറിയ കേസൊന്നും അല്ല ചെയ്തേ. എന്താ ഡോക്ടർ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ആ ഗുണ്ട ഇവനെ തല്ലിച്ചതയ്ക്കാൻ കാരണം എന്താണെന്നറിയോ? ഇവനൊരു റേപ്പ് കേസിലെ പ്രതിയായിരുന്നു. പാവം പിടിച്ചൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ആ കുട്ടിയെ ചെയ്യാൻ പാടാത്തെല്ലാം ചെയ്ത് അതിൻ്റെ അവസ്ഥയൊന്ന് കാണണമായിരുന്നു. ആ കുട്ടിയെ കാണുന്ന ആരും ഇവൻ രക്ഷപ്പെടണമെന്ന് ഒരിക്കലും പറയില്ല, ഒരിക്കലും പ്രാർത്ഥിക്കുകയും ചെയ്യത്തില്ല. ആ കണ്ടീഷനായിരുന്നു. ഒരു പാവം പോലീസ് ഓഫീസറുടെ മോളായിരുന്നു അവളെ ആ വിധം ആക്കിയത് ഇവനാണ്. പിന്നെ ഇവനെങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും ഇവൻ പഴയതുപോലെ ഒന്നും ആയിരുന്നില്ല. കാരണം മുമ്പത് അവനം ചെയ്യുന്ന സമയത്ത് ഡ്രഗ്സിന് അടിമയായിരുന്നു. പിന്നീട് ഇവൻ പതിയെ മാറാനായിട്ട് തുടങ്ങി. ഇവൻ്റെ മനോനില തരാറില്ലാന്ന പോലെയായിരുന്നു പിന്നീടുള്ള പെരുമാറ്റം. ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും ഇവൻ സ്വയം ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു തവണ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയ സിസ്റ്ററുടെ ഇന്ന്
സിറിഞ്ച് മേടിച്ച് സ്വയം ദേഹോദ്രവം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. അതേപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, സാറേ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ദീപ്തി ചോദിച്ചാൽ ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും മനസ്സ് തുറക്കുമെന്നൊന്നും അറിയത്തില്ല. ചില സമയത്ത് വല്ലാതിരുന്ന് കരയുന്ന കാണാം. ചിലപ്പോൾ കുറ്റബോധമായിരിക്കും. ആ പെൺകുട്ടി ഉപദ്രവിച്ചതിൻ്റെ കുറ്റബോധമൊക്കെ കാണും മനസ്സിൽ. ദീപ്തി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ ശ്രമിക്കാം സാർ. പക്ഷേ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന്, അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന്. പക്ഷേ ദീപ്തി പറഞ്ഞു ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് ദീപ്തി അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവൾ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം വരുണ തിരിഞ്ഞു കിടക്കണം, മൈൻഡ് പോലും ചെയ്തില്ല ദീപ്തിയെ. അപ്പോഴേക്കും ദീപ്തി വരണേ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വരുൺ പറഞ്ഞു, എനിക്ക് മരിക്കണം, ഞാൻ മരിക്കുമെന്ന് പറയണ. കൊള്ളാം. അങ്ങനെ അങ്ങ് ആത്മഹത്യ ചെയ്താൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണോ തോന്നുന്നേ? അത് കേട്ടപ്പോൾ വരുൺ പറഞ്ഞു, എനിക്ക് മരിക്കണം, എനിക്ക് മരിച്ചാൽ മതി. മരിച്ചിട്ടുണ്ട് എങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീരുന്നേ? മരിച്ചു മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ദേ ആ കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. അതിനോടൊരു സോറി പറയാതെ പോയിട്ടുണ്ടെങ്കിൽ വരുണിൻ്റെ ആത്മാവിന് മോശം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ വരുൺ ഒരു നിമിഷം നിശബ്ദനായി. ആ കുട്ടിയോട് സോറി പറയണ്ടേ? ഒരു കാര്യം ചെയ്യാം, ആ കുട്ടിയോട് സോറി പറയാനായിട്ട് വരുണിനെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വരുണിൻ്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം കണ്ടു. പിന്നീട് ദീപ്തി ഇത്ര സമയം കൂടെ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും വന്നു. പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, അതെ ആ കുട്ടിയോട് സോറി പറയണമെങ്കിൽ ഇത്രയോടെ കാത്തിരിക്കേണ്ടി വരും, ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. വരേണ്ട ആയുസ് കുറച്ചുകൂടെ നീട്ടി കിട്ടിയെന്നർത്ഥം. എന്താണെങ്കിലും ആ കുട്ടിയോട് സോറി പറഞ്ഞതിന് ശേഷം മാത്രം മതി ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത. അങ്ങനെയൊക്കെ പറഞ്ഞ് ദീപ്തി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയാണ്. അതെല്ലാം ആകാംക്ഷപൂർവ്വം ഇങ്ങനെ വരുണ് കേട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വരുണിനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരണം. ആ ആത്മഹത്യ എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയണം. അത് മാത്രമായിരുന്നു ദീപ്തിയുടെ അപ്പോഴത്തെ ഒരു ശ്രമം. അങ്ങനെ ആദ്യത്തെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. വീണ്ടും ദീപ്തി ഓരോ ദിവസം വന്നിങ്ങനെ വരുണിനോട് സംസാരിച്ചേണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം ദീപ്തി മുറിയിലേക്ക് സംസാരിക്കാനായിട്ട് വന്നു. ദീപ്തി മുറിയിലേക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വരുണ് അങ്ങനെ പുറത്തേക്ക് നോക്കുവാണ്. ആ പെൺകുട്ടി വന്നിട്ടുണ്ടോയെന്ന്. ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വരുണിൻ്റെ മുഖത്തൊരു സങ്കടം വന്നു. ദീപ്തി പറഞ്ഞു, സോറി വരുൺ, അവൾ എത്തിയില്ല. കാരണം അവൾ എത്തണമെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ എന്താണെങ്കിലും വരുണ് ക്ഷമിച്ചേ മതിയാവുള്ളൂ. പിന്നീട് വരുണിനോട് പറഞ്ഞു, മിനിമിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറയണം. ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമൊക്കെ ഡോക്ടറിനോട് പറഞ്ഞു. വരുണിൻ്റെ അമ്മയെ സഹോദരിയൊക്കെ വന്ന് വിഷ് ചെയ്തിട്ട് പോയെന്നും ഞാൻ അറിഞ്ഞു. പിന്നെ ആ സമയത്ത് പെട്ടെന്ന് ഞാനൊരു പൂച്ചെണ്ട് വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു പറയണം. അങ്ങനെ ഒരു പൂച്ചെണ്ടൊക്കെ വരുണിന് കൊടുക്കുകയാണ്. വരുണ് താങ്ക് യു പറഞ്ഞു. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, കണ്ടില്ലേ താങ്ക് യു. ആദ്യമായിട്ട് വരുൺ എന്നോട് പറയുന്ന വാക്കാ താങ്ക് യു. അതെ, ഈ താങ്ക് യുനും സോറിക്കും രണ്ടും രണ്ടർത്ഥം എങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഇത് രണ്ടും ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് പല ഉയരങ്ങളും കീഴടക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ മനസ്സിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് ദീപ്തി വാതോരാ സംസാരിച്ചു. ഒടുവിൽ വരുൺ പറഞ്ഞു, നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാനായിട്ട് കുട്ടിയുടെ സംസാരം. നാളെയും വരുമോയെന്ന് ചോദിക്കണം. നാളെയും വരാം. അപ്പോൾ വരുണിന് ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ടല്ലേ, പ്രതീക്ഷ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു ദീപ്തി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വരുൺ ഒന്നും മിണ്ടാതെ ദീപ്തിയെ നോക്കി. അപ്പോൾ ഇതെല്ലാം ദീപ്തിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നുമായി വേണം. വരുണിനെ കണ്ടത് മുതലുള്ള കാര്യങ്ങളൊക്കെ ദീപ്തി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുവാണ്. ആ സമയം ശ്രീജ മുറിയിൽ നിന്ന് കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വിശ്വം വന്നിട്ട് ചോദിച്ചു, ആഹാ കണക്കൂട്ടിൽ തീർന്നില്ലേ? ഇല്ല വിശ്വേട്ടാ, ഇത് വരവ് ചെലവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓരോ ദിവസം ടാലിയാക്കി വെക്കണമല്ലോ. അതെ, എപ്പോഴും കൂട്ടിയെന്ന് ഓർത്തോണ്ട് കൂടത്തൊന്നും ഇല്ല. അതൊക്കെ വിശ്വേട്ടന് പറയാം. പക്ഷെ എനിക്കങ്ങനെയല്ല. നമ്മളിത് കൂട്ടി നോക്കിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം വേണം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട്. അല്ല ഇപ്പോൾ വിശ്വേട്ടൻ വെറുതെ ചെറിയൊരു സ്കൂട്ടിയല്ലേ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഇത് മാറ്റിയിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങണം. ഒരു പഴയൊരു ഓട്ടോറിക്ഷ വാങ്ങി അത്തേലായിരിക്കണം കറിപ്പൗഡറുകളും പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ. അതിനുശേഷം വേറൊരു വണ്ടിയല്ലേ. അങ്ങനെ വളർന്ന് പന്തലിച്ച് സ്ത്രീ പ്രൊഡക്ട്സ് കേരളം മൊത്തം ആകുമല്ലേ. അത് കേട്ടതും വേദയല്ല അത് കേട്ടപ്പോഴത്തേനും ശ്രീജ പറഞ്ഞു, വിശ്വേട്ടൻ കളിയാക്കൊന്നും വേണ്ട. അതെന്താ? പിന്നെ അങ്ങനെയൊന്നുമല്ല, ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വേദ കാരണമല്ലേ. വേദ ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ? ശ്രീജ പറഞ്ഞു, അതെ, എന്നാൽ ലോൺ മേടിച്ച് കൈ തരാൻ സമയത്തും എൻ്റെ മനസ്സിൽ ഇത്രയും വലിയ പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു വിശ്വാസമായി. പക്ഷെ എന്തായാലും പാവം വേദ, അവൾ ഭയങ്കര സങ്കടത്തിലാണെന്ന് പറയണം. സങ്കടം അതെന്താ കാര്യം? ആ ദീപ്തിയുടെ കാര്യം ഓർത്തിട്ട്. ഓ ദീപ്തിയുടെ അതെങ്ങനെയായി? ആ ചെറുപ്പക്കാരൻ ആരാന്ന് കണ്ടെത്തി. അത് വരണോന്ന് പറയണം. വരണോ? അവനില്ലേ ആ വാസവന്, അവൻ്റെ മോന് അന്ന് വിക്രം തല്ലിച്ചു വെച്ച്. അവനോ? വിശ്വ ശരിക്കും ഞെട്ടിപ്പോയി. അത് വിശ്വേട്ട എന്ത് ചെയ്യണമെന്ന് അറിയില്ല വേദയ്ക്ക്. വേദ സംസാരിച്ചിട്ടൊന്നും
ദീപ്തി കൂട്ടാക്കുന്നില്ല പിന്മാറാനായിട്ട്. അല്ല വിക്രം ഇത് അറിഞ്ഞോ? വിക്രമാണ് വേദയോട് വന്ന് പറഞ്ഞ് വരണമെന്നുള്ള കാര്യം. ഓ, അവൻ മാലയിട്ടത് ഭാഗ്യം അല്ലായിരുന്നെങ്കിലോ എന്തേലുമൊക്കെ സംഭവിച്ചാനോ. ശരിക്കും പറഞ്ഞാൽ ദൈവഭാഗ്യമുള്ള സമയം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോണേ എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയം വിക്രം മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വേദ അങ്ങോട്ട് വന്നു. വിക്രം പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. ഓഹോ, എന്നെ കാണാതെ കുണ്ണേറ്റ് പറയാതെ ഉറക്കം വരത്തില്ലല്ലേ, ഒന്ന് പോടുന്നു. ഞാൻ മാലയിട്ട് പോയി അല്ലെങ്കിൽ എന്തേലും പറഞ്ഞാലും. വേദ പറഞ്ഞു, അതാണല്ലോ എൻ്റെ ഒരു സമാധാനം, ഒന്നും പറയില്ലെന്ന്, അതാണ് എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞു. അല്ല എന്ത് പറ്റി ഇപ്പം ഇത്ര കൂടുതലായിട്ട് ആലോചിച്ചിരിക്കാനായിട്ട്? കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല നീ ദീപ്തിയെ കാണാൻ വീട്ടിൽ പോയിട്ട് എന്തായി? അതൊന്നും ആയില്ല, അവള് പിന്മാറുന്ന ലക്ഷണം കാണുന്നില്ല. അല്ല അവൻ എങ്ങനെ അവളെ കറക്കിയെടുത്തെന്ന് എനിക്ക് മനസ്സിലാകത്തെ, എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ അവൾക്ക് എല്ലാം അറിയാം, അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തറിയാന്ന് എല്ലാ കാര്യങ്ങളും അറിയാം. അതൊക്കെ അവളും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും അവൾ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അവളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എങ്ങനെ? അതൊക്കെ ഉണ്ട്. കാരണം ഈ പറയുന്ന വരണം അവളുടെ മുന്നിലേക്ക് വരാതിരുന്നാൽ പോരെ. കുറച്ചാൾ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവൾ താനെ മാറിക്കോളും. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വിക്രം, എനിക്കറിയാം എളുപ്പമുള്ള അല്ലെന്ന്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തതാണ് നീ എനിക്ക്. എന്ത്? ഞാൻ പറയുന്ന കാര്യം അനുസരിക്കണം. ഓ, ആ ശ്രീനിവാസന്റെ കാര്യമായിരിക്കും അല്ലേ? അല്ല നിങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നേ? നിങ്ങൾ ഈ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് അവനെ കാണാൻ പോകണം. ഞാനല്ല, പിന്നെ ആരാ? നിങ്ങളുടെ ശ്രീനിവാസ് സാറാണോ? ആര് പോയാലും എന്താ? ഒരു കാര്യം ഞാൻ പറയാം വിക്രം, ആ ശ്രീനിവാസനായിട്ടുള്ള കൂട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിയാൽ മതിയാവുള്ളൂ. അല്ലാതെ ഞാൻ അയാൾക്കെതിരെ ഏറ്റെടുത്ത വക്കാലത്ത് ഒരു കാരണവശാലും ഒഴിവെന്ന് വിചാരിക്കണ്ട. അതിന് എനിക്ക് സമ്മതമല്ല. അങ്ങനെ എന്താണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് വിക്രം ഇറങ്ങിത്തിരിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോയി. വിക്രം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.